നിരവധി ക്ലാസിക് ബോളിവുഡ് ചിത്രങ്ങളിലെ സൂപ്പർ ഹീറോയായ ധർമ്മേന്ദ്ര വിട പറയുമ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഒരു യുഗത്തിന് കൂടിയാണ് അന്ത്യമാകുന്നത്. ബോളിവുഡിന്റെ ഹീമാൻ, ഗ്രീക്ക് ദേവനെ പോലെ സുന്ദരനായ നടൻ, ഇന്ത്യൻ സിനിമയുടെ വീരു എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ധർമ്മേന്ദ്രയ്ക്ക്. ബോളിവുഡിലെ ചോക്ലേറ്റ് നായകന്മാരെ വെല്ലുന്ന മുഖഭംഗിയായിരുന്നു ധർമ്മേന്ദ്രയ്ക്ക് എന്നാണ് പല അഭിനേതാക്കളും പറഞ്ഞിരുന്നത്. ബോളിവുഡിന്റെ ഹീമാൻ എന്ന പേര് അദ്ദേഹത്തിന് വെറുതെ ചാർത്തിക്കൊടുത്തതല്ല. ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകളിൽ നായകനായതിന്റെ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ്. 1973 8 ഹിറ്റുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നത്. ദേശീയ തലത്തിൽ ഫിലിം ഫെയർ മാസിക സംഘടിപ്പിച്ച ടാലന്റ് സ്കാനിൽ ജേതാവായതോടെയാണ് സിനിമയിലേക്ക് വരാനുള്ള വണ്ടി ധർമ്മേന്ദ്ര പിടിക്കുന്നത്. പക്ഷേ പറഞ്ഞുറപ്പിച്ച ആ ചിത്രം നടക്കാതെ പോയി. പിന്നീട് ദിൽ ഭി തേരാ ഹം ഭി തേരെ എന്ന സിനിമയിലൂടെയാണ് ധർമ്മേന്ദ്ര വെള്ളിത്തിരയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്ത ഭൂരിഭാഗം സിനിമകളും റൊമാൻറ്റിക് കഥകളായിരുന്നു. പിന്നീട് ആയേ മിലൻ കി ബേല, ഫൂൽ ഓർ പത്തർ, ആയേ ദിൻ ബഹാർ കെ, മിലി തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ നായക നിരയിലേക്ക് എത്തി. ഷോലെയാണ് അദ്ദേഹത്തിന്റെ ജനപ്രീതി ഉയർത്തിയ ചിത്രമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടാകില്ല. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ് ഷോലെ. രമേഷ് സിപ്പി ഒരുക്കിയ ചിത്രത്തിൽ ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ധർമ്മേന്ദ്ര അവതരിപ്പിച്ച വീരു എന്ന കഥാപാത്രം ഇന്നും ധൈര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായി തുടരുന്നു. ഇരുവരുടെയും കോംബോ ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും ആഘോഷിക്കപ്പെട്ട കൂട്ടുകെട്ടാണ്. ഹേ ദോസ്തി ഹം നഹി തോടേംഗെ എന്ന ഗാനവും ചിത്രത്തിലെ റബ്ബർ സിംഗ് എന്ന വില്ലനുമെല്ലാം ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കില്ല. 6 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ അദ്ദേഹം 300-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമഡിയും ആക്ഷനും പ്രണയവും വിരഹവും ധർമ്മേന്ദ്ര തകർത്ത് അഭിനയിച്ചു. സിനിമ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും പ്രണയവും. ധർമ്മേന്ദ്രയുടെ ആദ്യ ഭാര്യ പ്രകാശ് കൗർ ആയിരുന്നു. 4 മക്കളും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ധർമ്മേന്ദ്രയെ സ്നേഹിക്കാതിരിക്കാൻ ഇതൊന്നും ഹേമ മാലിനിക്ക് ഒരു കാരണമായിരുന്നില്ല. ഒരു കാലത്ത് ബോളിവുഡിൽ ഹിറ്റ് ജോഡികളായിരുന്നു ഇരുവരും. ഇരുവരുടെ പ്രണയവും വിവാഹവും എല്ലാം വലിയ വിവാദമായിരുന്നു. ധർമ്മേന്ദ്രയുടെ മക്കളായ ബോബി ഡിയോൺ, സണ്ണി ഡിയോൺ, ഇഷ ഡിയോൾ എന്നിവർ ബോളിവുഡിലെ സൂപ്പർ താരങ്ങളാണ്. 1997 ബോളിവുഡിന് നൽകിയ സംഭാവനകൾക്ക് ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. 2012 ഇന്ത്യയിലെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു. ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കിയിരുന്നു ധർമ്മേന്ദ്ര. BJP ടിക്കറ്റിൽ മത്സരിച്ച് രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്ന് ലോകസഭയിലേക്ക് എത്തി. കൃത്യമായി സഭാ സമ്മേളനങ്ങൾക്ക് എത്താത്തതും മുൻപിൻ നോക്കാതെയുള്ള പ്രസ്താവനകൾ കൊണ്ടും MP സ്ഥാനത്ത് ശോഭിക്കാനായില്ല. അവസാന കാലത്തും റോക്കിയോ റാണി കി പ്രേം കഹാനി, തേരി ബാത്തേ മേ ഐസാ ഉൽജ ജിയ എന്നീ സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷത്തിലെത്തിയിരുന്നു. 90-ാം വയസ്സിൽ പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. എന്തായാലും ധർമ്മേന്ദ്രയുടെ ഈ വിടവാങ്ങൽ ഹിന്ദി സിനിമയ്ക്ക് നികത്താനാകാത്ത വിടവ് തന്നെയാണ്.